2025 റിലീസായ മലയാള ചിത്രമാണ് സർക്കിട്ട്. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും എഴുതിയേക്കുന്നതും ഒക്കെ ഒരാളാണ്. തമാർ KV എന്ന് പറയുന്ന ആളാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ കഥ എഴുതിയിരിക്കുന്നതും. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി, ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ചൈൽഡ് ആക്ടറാണ്. ആക്ടറിൻ്റെ പേര് ഒർഹാൻ ഹൈഡർ എന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു പ്ലോട്ട്, ചെറിയൊരു റിവ്യൂ പ്ലസ് പ്ലോട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ സ്റ്റോറി എക്സ്പ്ലനേഷനൊന്നും പറയുന്നില്ല. ചെറിയ ഒരു എന്താണ് അതിൻ്റെ ഉള്ളടക്കം അത്ര മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഓരോന്നും എടുത്തെടുത്ത് ഞാൻ പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ സസ്പെൻസോ അതിൻ്റെ സ്പോയിലേഴ്സോ ഒന്നും ഞാൻ നശിപ്പിച്ച് കളയില്ല. അപ്പം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മൂവിയുടെ എക്സ്പ്ലനേഷൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ചിത്രം മെയിനായിട്ടും പറയുന്നത്, ഇതിൻ്റെ സ്റ്റോറി മെയിനായിട്ടും റിവോൾവ് ചെയ്യുന്നത് ഒരു മലയാളി കപ്പിൾ, അതായത് ആ മലയാളി കപ്പിൾ ജീവിക്കുന്നത് കേരളത്തിലല്ല, അവർ UAE സെറ്റിൽഡാണ്. അപ്പോൾ അവിടെ വെച്ച് അവരുടെ കുഞ്ഞിന്, അതായത് മകന് ADHD എന്ന് പറയുന്ന ഒരു രോഗം സ്ഥിരീകരിക്കുന്നു. അതുവഴി അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരു ജോലിയൊന്നുമില്ലാത്ത ഒരാൾ വരുന്നതും അയാളുടെ ചാലഞ്ചസും അതെല്ലാമാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെ ആ വേദനകളും വിഷമങ്ങളും, അവരുടെ മകനൊരു രോഗം, ഒരു അപൂർവമായ ഒരു രോഗം വരുമ്പോൾ അവർ കടന്നു പോകുന്ന ആ ഒരു വഴികളൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മാനുഷിക പരിഗണന, അതായത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ആത്മബന്ധവും ഈ ചിത്രത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് നോക്കാം. ഈ ചിത്രം കടന്നു പോകുന്നത് 2 പേരുടെ സ്റ്റോറീസ് ആയിട്ടാണ്. ഇപ്പം ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞു, അതായത് ഒരു UAE ഫാമിലി കപ്പിൾസിന് ഒരു മകനുണ്ട്. ആ മകന് ADHD സ്ഥിരീകരിക്കുന്നതും തുടർന്ന് അവരനുഭവിക്കുന്ന വിഷമങ്ങളും. അതേ സമയത്ത് മറ്റൊരു സൈഡിൽ ഒരു തൊഴിൽ രഹിതനായ ഒരാൾ, അയാൾ തൊഴിലിന് വേണ്ടി, അതായത് വിദേശത്ത് തൊഴിലിന് വേണ്ടി, ദുബായ് UAE തൊഴിലിന് വേണ്ടി ട്രൈ ചെയ്യുന്ന മറ്റൊരാൾ. ഇവർ 2 പേരുടെയും സ്റ്റോറിയാണ് പാരലലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മുടെ ചിത്രം പോകുന്നത് കേട്ടോ. അപ്പം ഇവർ 2 പേരുടെയും സ്റ്റോറി ഒരേപോലെ കൊണ്ടുപോവുകയും അതുവഴി ഉണ്ടാകുന്ന ഇമോഷണൽ കണക്ഷൻസൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചിത്രത്തിലെ മകൻ്റെ പേര്, അതായത് ആ കുട്ടിയുടെ പേര് ജപ്പു എന്നാണ്. ജപ്പു എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള, എന്തും ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ ഉള്ള ആളാണ്. അച്ഛനും അമ്മയായിട്ട് വരുന്നത് സ്റ്റെഫിയും അതുപോലെ ബാലു. സ്റ്റെഫി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ദിവ്യപ്രഭയാണ്. ബാലു എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ദീപക് പറമ്പോളാണ്. ഇവരാണ് പാരൻസ്. ഇവരുടെ റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര അത്ര നല്ലതൊന്നുമല്ല. അവർ പാരൻസ് എന്ന രീതിയിലും അവരത്രയും നല്ലതൊന്നുമല്ല. അപ്പോൾ അവരുടെ മകന് ഇങ്ങനൊരു രോഗം വരുമ്പം അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആസിഫ് അലി അവതരിപ്പിക്കുന്ന അമീർ എന്ന ക്യാരക്ടർ, അതെന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്ത ഒരാളാണ്. അയാൾക്ക് ജോലിക്ക് വേണ്ടി തെണ്ടിക്കൊണ്ട് നടക്കുന്നതും അയാളുടെ ലൈഫും ഇവരുമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ് ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രം എന്ന് പറയുന്നത് 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം തമാർ എന്ന ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് സർക്കിട്ട്. അപ്പോൾ ഈ ചിത്രം ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ ഗെയിമുള്ള ഒരു മൂവിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഹാപ്പി ആവും, അതുപോലെ തന്നെ നമ്മളെ ഇമോഷണലി സാഡ് ആക്കുന്നതുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിൽ മെയിനായിട്ട് പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആ ചൈൽഡ്ഹുഡ് നായകൻ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആക്ടറായിട്ടുള്ള ഒർഹാൻ്റെ പെർഫോമൻസ് ആണ്. ആ ഒരു ജപ്പു എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ഒരു ADHD ഉള്ള ആ ആളെ അഭിനയിക്കുന്ന ആ ഒരു ആൾക്കുണ്ടാവുന്ന അതേ സാഹചര്യങ്ങളെ ആ കുട്ടി അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഈ ഒരു റോള് അവതരിപ്പിക്കണമെങ്കിൽ കുറച്ച് ആ ഒരു
കണ്ടീഷൻസൊക്കെ അത്രയും അറിയാമെന്നുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു കണ്ടീഷൻ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയും നന്നായിട്ട് തന്നെ ഒർഹാൻ എന്ന ക്യാരക്ടർ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി ആസിഫ് അലി അവതരിപ്പിച്ച ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളായിട്ടാണ്. അതായത് അയാൾക്കും ഓൾറെഡി അയാൾ പരിതാപകരമായ സിറ്റുവേഷനിലാണ്. അതായത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം അയാൾ ഇവരുടെ കൂടെ വരുമ്പം ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പം അയാൾക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമമൊക്കെയാണ് ചിത്രത്തിൽ വരുന്നത്. ഇതുപോലെ തന്നെ അയാൾ കുട്ടിയോടുകൂടെ സ്ട്രഗിൾ ചെയ്യുന്നതും അയാൾ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെയാണ് ചിത്രത്തിൽ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ദിവ്യപ്രഭയും അതുപോലെ ദീപക് പറമ്പോളും നല്ല ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു റോളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതും വളരെ പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ജക്കു എന്ന് പറയുന്ന കുട്ടി അവൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. UAE-യിലാണ് അവർ സെറ്റിൽഡാണ്. ദീപക് പറമ്പോളും ദിവ്യപ്രഭയുമാണ് പാരൻസ്. അപ്പം അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടാണ് അവനെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ളവരാണ്. ഇതിൽ ട്വിസ്റ്റായിട്ട് വരുന്നത് ജക്കുവും അമീറും കണ്ടുമുട്ടുമ്പോഴാണ്. അമീർ എന്ന് പറയുന്നത് ഒരു ജോബ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. ആളും ജക്കുവും അവിടെയാണ് ടേണിംഗ് പോയിന്റ് നടക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തേക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും റിയാലിറ്റീസ് കാണിക്കുകയാണ്. അതായത് ജക്കുവിൻ്റെ ഫാമിലി അത്രയും അതൊക്കെ കാണിക്കുന്നു. പിന്നെ ഒരു സൈഡിൽ അമീറിൻ്റെ ഫാമിലി പ്രാരാബ്ദങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ് അതെല്ലാം കാണിക്കുന്നു. ഒരു സൈഡിൽ അവരുടെ ഈ ഇമോഷൻസ് അതൊക്കെയാണ് കാണിക്കുന്നത്. മറ്റൊരു സൈഡിൽ ഫിലിമിൻ്റെ സെക്കൻഡ് ഹാഫ് ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ അമീറും ജക്കും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് അവർ ജീവിക്കുന്ന അവർ രണ്ടുപേരും ഒന്നിച്ച് വരുമ്പോഴുള്ള സാഹചര്യങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. ആ ഒരു സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ചിത്രത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ജെനുവിൻ കണക്ഷനും ഒരു ഇമോഷണൽ ഡെപ്തും ഒക്കെ നമുക്ക് ആ സെക്കൻഡ് ഹാഫിലാണ് കാണാൻ പറ്റുന്നത്. രണ്ട് ആക്ടേഴ്സും, അതായത് ഒർഹാനും ആസിഫ് അലിയും അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് അമീറും ജക്കും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രണ്ട് ക്യാരക്ടേഴ്സാവും. അതുപോലെ രണ്ട് ആക്ടേഴ്സും അത് അടിപൊളിയായിട്ട് അവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും അവർ ആ ക്യാരക്ടേഴ്സ് ഒരു ഫ്രണ്ട്സ് പോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും ആ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം ടച്ച് ചെയ്യുന്നത് നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരെയും അതുപോലെ ഗൾഫിൽ ജീവിക്കുന്ന ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരായാലും ശരി, എവിടെ നിന്ന് പോയ ആൾക്കാരായാലും അവിടെ ജോലി ചെയ്യുന്ന അവരുടെ കഷ്ടപ്പാടും ഒക്കെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഗൾഫ് ബേസ്ഡ് ചിത്രത്തിൽ കാണിക്കുന്ന ആ ഒരു ചുറ്റുപാടൊക്കെ നമ്മൾ ചില സീനുകളിൽ ഈ ഒരു ചിത്രത്തിലും കാണുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഈ ചിത്രത്തിനെ ഒരു വെൽ ബാലൻസ്ഡ് ആക്കി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇമോഷണലി ആയാലും എന്ത് കാര്യത്തിലായാലും ആ ഒരു ബേസ് കൊണ്ട് വെച്ചിട്ടാണ് ആ ചിത്രം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെന്താ, ആസിഫ് അലിയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ക്യാരക്ടറാണ്. അതുപോലെ നമുക്ക് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് തോന്നും. കാരണം ഒരു തൊഴിലില്ലാത്ത ആളിൻ്റെ അവസ്ഥയും അയാൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും അതെല്ലാം കാണിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സീൻസൊക്കെ നമുക്ക് കരച്ചിൽ തോന്നും, അതായത് കരഞ്ഞു പോകുന്ന സീൻസും ഉണ്ട് ഈ ചിത്രത്തിൽ. മ്യൂസിക്കും അതുപോലെ തന്നെ അത്രയും ആ ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇപ്പോൾ ചിത്രം തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ചിത്രത്തിൻ്റെ ഒരു സ്പോയിലേഴ്സും ആക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ചിത്രം തിയേറ്റേഴ്സിൽ പോയി കാണാൻ നോക്കുക കേട്ടോ. പിന്നെ ഈ ചിത്രത്തിൽ അമീറിൻ്റെ വേദനയും അതുപോലെ തന്നെ നമ്മുടെ പൊന്മാനിലെ അജേഷിൻ്റെ വേദനയൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ആ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഡീപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും. നമ്മുടെ പൊന്മാൻ മൂവി ഓൾറെഡി ഞാൻ ചെറിയ സ്റ്റോറി എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്. അപ്പം ഈ അമീറിൻ്റെ വേദനയും അജേഷിൻ്റെ വേദന മീൻസ് പൊന്മാൻ മൂവിയിലെ അജേഷിൻ്റെ വേദനയൊക്കെ നമുക്ക് വളരെയധികം റിമൈൻഡ് ചെയ്യും, നമ്മളെ ഓർമ്മിപ്പിക്കും. പിന്നെ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മറന്നു പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അല്ല ഇവർ. അതുകൊണ്ട് തന്നെ മൂവി അത്രയും ഡീപ്പാണ്.
അതുകൊണ്ട് എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് റിവ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഇതുപോലെ ഇമോഷണൽ മൂവി എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് സർക്കിട്ട് മൂവി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായവും സെയിം ആണോ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗായ്സ്.